ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബുഡാപെസ്റ്റിലും ഇറ്റലിയിലും ഒക്കെ ഉക്രൈനിൽ പഠിക്കുന്ന കാലത്ത് മോഡലിംഗ് ചെയ്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസൈനർ ബ്രാൻഡ്സിന്റെ ഒക്കെ മോഡലായി റാമ്പിൽ നടന്നിരുന്ന ഒരു അജ്മൽ അമീർ ഉണ്ട്. അവിടുത്തെ ആളുകളുടെയൊക്കെ ആദ്യത്തെ പ്രിഫറൻസ് ആയിരുന്ന ഒരു മോഡൽ അജ്മൽ അമീർ ഉണ്ട്. പക്ഷെ അയാൾ കുറച്ചുകൂടി അവിടെ തന്നെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ പി എസ് ബോസ്റ്റിനെ പോലെ അല്ലെങ്കിൽ നമുക്കുള്ള മിലിൻ സോമനെയൊക്കെ പോലെ ഒരു വലിയ പേര് കേട്ട മോഡലാവാമായിരുന്നു. ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ പോലും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ പ്രശസ്തിയുടെ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആസ് എ മോഡൽ ആ കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ. കമ്പാരിറ്റീവ്ലി സിനിമയ്ക്ക് കൊടുക്കുന്ന ഈ ഫിസിക്കൽ എഫേർട്ടും കുറച്ച് കുറയുന്ന എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എന്തോ ഒരിക്കലും അങ്ങനെ ചൂസ് ചെയ്യാതിരുന്നു. സി ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി എന്നുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ അത് എത്രത്തോളം വർക്ക്ഔട്ടായി കൊണ്ടുപോകാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. അപ്പോൾ ഒരു സാധാരണക്കാരനെ ഒരു ഡോക്ടറിന്റെ ഒരു ജീവിതം മാത്രമായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. സിനിമ സ്വപ്നം കണ്ടിരുന്നു, അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഒട്ടും കാര്യം അത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം നമുക്ക് സിനിമയിൽ വരാനും ലഭിക്കാനും അത് കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ലക്കും എല്ലാ കുറേ എലമെന്റ്സ് ചേരുമ്പോഴാണ് നമുക്കൊരു നല്ല നടനായിട്ട് മാറാൻ പറ്റുന്നതും. അത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഒരു ആൾക്കാർ നമ്മുടെ കൂടെ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ഭാഗ്യവാനായിരുന്നു. ആദ്യം മുതലേ എനിക്ക് ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഏറ്റവും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയും എൻ്റെ തുടക്കകാലത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റും. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുരളി ചേട്ടൻ, ബാലചന്ദ്രൻ മേനോൻ സർ, തിലകൻ സർ, സീമ മാം, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും, പിന്നെ ബാടബിൽ നോക്കുകയാണെങ്കിൽ ജഗതി ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, അങ്ങനെ ഞാൻ ലാലേട്ടൻ, എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. തുടക്കത്തിൽ തന്നെ ദൈവം എന്നെ ഒരു സ്ഥലത്തേക്ക് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ആ ഒരു സമയവും എനിക്ക് ഐ വാസ് സോ ഹാപ്പി അബൌട്ട് മോഡലിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. കാര്യം ആ ഒരു സമയത്ത് തമാശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കോളേജിലൊരു കോമ്പറ്റീഷൻ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ട് അവിടുത്തെ ഉക്രൈനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലിംഗ് കോമ്പറ്റീഷൻ, ബ്ലാക്ക് പേൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യുകയും, അപ്പൊ നമ്മളുടെ കളറൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈ വെള്ള കളറൊന്നും ഇഷ്ടമല്ല. അപ്പം ഈ ഇന്ത്യൻസിൽ തന്നെ എല്ലാവരും പൊക്കം കുറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പൊക്കം ഉള്ളതുകൊണ്ടും ആ സമയത്ത് കുറേ ഡാൻസ് ഷോസ് ഒക്കെ ചെയ്യുമായിരുന്നു കോളേജിൽ ബേസ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ എനിക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടി. അതിൽ മിസ്റ്റർ പേഴ്സണാലിറ്റി എന്നുള്ളൊരു സംഭവം, ഒരു ടൈറ്റിലും വിൻ ചെയ്തിട്ടാണ് ആ ഷോ ഞാൻ ഇറങ്ങുന്നത്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഹിന്ദി സിനിമകളോടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കാര്യം മലയാളത്തിൽ ആ സമയത്തൊക്കെ ലാലേട്ടനും മമ്മൂക്കൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. നമ്മൾ ഈ സ്റ്റബിൾസ് ഒക്കെ വെച്ചിട്ട്, എനിക്കാണെങ്കിൽ മീശയൊക്കെ വെച്ചിട്ട് അതൊന്നും ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു സമയത്ത് പൃഥ്വിയും ബാക്കി എല്ലാവരും ഒക്കെ മീശയൊക്കെ വെച്ചിട്ട് അഭിനയിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പ്രണയകാലത്തിലാണെങ്കിൽ സ്റ്റബിൾസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്റ്റാർ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫേസിലൊരു സ്റ്റാർ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ബട്ട് യു ലുക്കിലൊക്കെ പക്ക മല്ലു. അവരെന്നെ ഞാനേതോ നോർത്ത് ഇന്ത്യൻ ആണെന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണെന്നോ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ആളായി മാടമ്പിയിലൊക്കെ അഭിനയിച്ച് തുടങ്ങുമ്പോഴാണ് എനിക്ക് പിന്നീട് മറ്റേ ഓഫേഴ്സ് വരുന്നത്, തമിഴിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. എന്നെ വേണ്ട വിധത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ വിഷമിക്കുന്ന ഒരു അജ്മൽ അമീർ ഒരിക്കലും ഇല്ല. ഞാൻ എവിടെ ഉണ്ട്, ഞാനിങ്ങനെ സിനിമ ചെയ്ത ആളാണ്, ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ നമ്മള് ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ റീസെന്റ് എന്തെങ്കിലും റീൽസ് എവിടെ നിന്നെങ്കിലും കാലഘട്ടത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല, അണ്ടർ റേറ്റഡ് ആക്ടർ എന്നൊക്കെ. ചിലപ്പോ എല്ലാവരും ഇല്ല കേട്ടോ, വളരെ ചെറിയ ആൾക്കാർ. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ, ഐ മീൻ ഫാമിലി, മോർ പ്രിഫറൻസ് ഫോർ ദം. പിന്നെ ആ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ, അപ്പൊ അങ്ങനത്തെ എല്ലാം കൂടി മിക്സപ്പ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു കരിയറിലെ ഒരു പീക്ക് വരെ പോയി നിന്ന ആളാണ് ഞാൻ. അതായത് ഏറ്റവും ടോപ്പിൽ വരെ പോയി. എനിക്ക് അതോടെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടിക്കഴിഞ്ഞു. പിന്നീട് എനിക്ക് വേണ്ടത് ലീവ് ഫോർ ഫാമിലി എന്നുള്ള സാധനമാണ്. പക്ഷെ അങ്ങനെ ഞാൻ പോയപ്പോൾ പിന്നീട് എനിക്ക് ആ ഒരു സിനിമയിൽ കിട്ടിയ ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഹൈ ഒന്നും സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഇതിൽ കിട്ടുന്നില്ലെന്നും ഇതെല്ലാം എൻ്റെ സിനിമ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു രണ്ടാമത്തെ ഒരു റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ സിനിമയാണ് ഇരുപക്കായിരം കൺകൾ, ദേവി 2, നെട്രിക്കൻ കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെയും സ്റ്റഡിയായി, വീണ്ടും ബാക്ക് ടു ബാക്ക് സിനിമാസ്, എല്ലാം വലിയ വലിയ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയെന്ന് മാത്രം, ചുമ്മാ വാരി വലിച്ച് ചെയ്യാതെ. ഇപ്പോൾ എനിക്ക് ലീഡ് റോൾസ് ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ നിൽക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് നീറ്റി ആയിട്ടുള്ള ലീഡ് റോൾസ് വന്ന് എല്ലാം തന്നെ ഒരു അത്രയും ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളും അങ്ങനത്തെ ഫിലിം മേക്കേഴ്സും ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വന്നതിൽ നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഭാര്യ വലിച്ച സിനിമ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, അപ്പോൾ ഞാൻ മലയാളത്തിലും ചെയ്തു. മലയാളത്തിൽ ഞാൻ ഗോൾഡ് എന്നൊരു സിനിമ ചെയ്തു, അത് വളരെ ചെറിയ റോളാണ്.
പിന്നെ വേറെ പത്താം വളവ് എന്നൊരു സിനിമ ഉണ്ട് ചെയ്തു. പത്താം വളവ് ഗോൾഡിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സിനിമകൾ മലയാളത്തിൽ ചെയ്തു. പക്ഷെ ആ സമയത്ത് അതേ സൈമിൾട്ടേനിയസ്ലി ഞാൻ തെലുങ്കിൽ രാം ഗോപാൽ വർമ്മ ഡയറക്ട് ചെയ്ത് വ്യൂഹം എന്നൊരു സിനിമ, അത് നമ്മുടെ അവിടുത്തെ CM ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയായിരുന്നു. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലൈൻസും പേരുകളൊക്കെ ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കായി. എനിക്ക് വീണ്ടും ഒരു അപ്പോൾ അവിടെ ഡബ് ചെയ്തിട്ട് വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് എന്നെ ആൾക്കാർ വീണ്ടും കണ്ട് വീണ്ടും എന്നെ ലിഫ്റ്റ് ചെയ്ത സിനിമയായിരുന്നു ആ സിനിമ വ്യൂഹം. നമുക്കറിയാം പേഴ്സണലി അജ്മൽ അമീർ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ബ്രൂട്ടാലിറ്റി ഓൺ സ്ക്രീനിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പുറത്ത് ഭയങ്കര വയലൻസ് കാണിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ ഇമാജിൻ ചെയ്യാൻ സാധിക്കും? അതായത് അത്രയും അധികം ഫാമിലി ഓറിയന്റഡ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ആർട്ടിസ്റ്റിലേക്ക് മാറുമ്പോൾ, ഞാൻ പറഞ്ഞ സെറ്റ് ഓഫ് വില്ലൻ സിനിമകളുടെ കാര്യമായിട്ടാണ് പറയുന്നത്, അത് എളുപ്പമാണ് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് സിങ്ക് ആവാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ്. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നമുക്ക് ആരായിട്ടും ഈസിയായിട്ട് മാറാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. നമ്മൾ തമിഴും മലയാളവും തെലുങ്കും മാത്രമല്ല ഒരുപാട് പുറത്തുനിന്നുള്ള സിനിമകളും എല്ലാം കാണുന്ന ആളാണ്. അപ്പോൾ അതിലുള്ള മാനറിസംസും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് അതാണ് ഇഷ്ടപ്പെടണം, ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടണം, കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസും ഇഷ്ടപ്പെടണം. നെറ്റ്ഫ്ലിക്സിലൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത സിനിമയാണ്. കാര്യം വേറെ ഒന്നുമല്ല, അതിലെ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ മിഠായി ആയിരുന്നു. ഐ മീൻ ക്യാമറാമാൻ, ഡയറക്ടർ, ആർട്ടിസ്റ്റുകൾക്ക് ആർട്ടിസ്റ്റ്, അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഒരു ടീമിനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടീമിനൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഇപ്പോൾ. കാര്യം എനിക്ക് നമ്മൾക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അറിയാം എത്രമാത്രം അവർ പാഷനേറ്റ് ആണ്. അവരുടെ ഒരു വർക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം they just want to make money or just want to do some business. എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാളും സിനിമയോട് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് നടക്കും, സിനിമയും നന്നാവും. അപ്പോൾ ഈ സിനിമയിലൊക്കെ പോയിട്ട് ഉഴപ്പന്മാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. പിന്നെ കാര്യം ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഈ പോസ്റ്റർ ഡിസൈനിങ് മുതൽ ടുവേർഡ്സ് എൻ്റെ എല്ലാ പരിപാടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോയി എന്താണ് അടുത്തത് വാട്ട് ഈസ് ഗോയിങ് ടു കം അബൌട്ട് എ ഫിലിം, അതിന്റെ മ്യൂസിക് എന്തായിരിക്കും, അതിന്റെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും, ഭയങ്കര എന്തോ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ടീമിന് ഇങ്ങനെ ഉണ്ടാക്കണം ഒരുപാട് ആഗ്രഹമുണ്ട് കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് 2-3 സ്ക്രിപ്റ്റ്സ് ഒക്കെ സെറ്റാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ലെക്സി ഇവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. ഈ പ്രണയകാലത്തിന് ശേഷം ഒരുപാട് പ്രണയ സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഭയങ്കര ഐക്കോണിക് ആയിട്ട്. അതിലേതെങ്കിലും ഒന്ന് കണ്ടിട്ടേ ഞാൻ അതിലുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ച സിനിമകളുണ്ടോ? ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരു കൾട്ട് സിനിമയായിട്ട് ആളുകൾ പറയുന്നതാണ് 2019 റിലീസായ മായാനദി. മായാനദി കണ്ടിട്ട് മാത്തനായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം ഒരാൾ ചെയ്ത് കഴിഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ ആഗ്രഹം. ഒരു കഥ കേട്ട് എൻ്റെ അടുത്താണ് കഥ ആദ്യം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് ദാറ്റ് വിൽ ബി സങ്കടമായാണ്. പക്ഷെ അത് ആ ഒരു മാത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണ് ചെയ്യേണ്ട ക്യാരക്ടറാണ്, നന്നായി ഭംഗിയിടാൻ ചെയ്യുകയും ചെയ്തു. പിന്നെ അപ്പോൾ അത് അവരുടെ ഒരു മറ്റേ അവരുടെ ഒരു നല്ല രസമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു, നല്ല പാട്ടുകളൊക്കെ ആയിട്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. ഞാൻ മിസ്സായി പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. കഥ കേട്ടിട്ട് മിസ്സായി പോയി. അതെ, കഥ കേട്ട് എന്നെ തീരുമാനിച്ചു, അതിനുശേഷം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. ഡേറ്റ്സ് ഒക്കെ എന്തെങ്കിലും അങ്ങോട്ടൊക്കെ പോയി, അല്ലെങ്കിൽ എനിക്കത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നോ പറഞ്ഞു, വേറെ ആളത് ചെയ്ത് ഹിറ്റാക്കി അത് അവരുടെ ഭാഗ്യം, വളരെ. പക്ഷെ അങ്ങനെ ഉണ്ടായാലും എനിക്ക് ഇതുള്ളൂ.